പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചെയർമാനായ കോഡി റോഡ്സ് AEW എന്ന് പറയുന്ന കമ്പനി 2022 വിടാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് റെസ്ലിംഗിലെ ലെജൻഡായ കോനൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം കോഡി റോഡ്സ് AEW എന്ന കമ്പനി വിടാനുള്ള കാരണം കോഡി റോഡ്സിൻ്റെ ഭാര്യയായ ബ്രാൻഡി റോഡ്സും AEWയിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ബ്രിറ്റ് ബ്രേക്കർ എന്ന് പറയുന്ന അവരുടെ വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കം ആണെന്നാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രശ്നത്തിൽ കോഡി റോഡ്സ് ഇടപെടുന്നതും അതിനെ തുടർന്ന് ടോണി ഗാൻ ബ്രിറ്റ് ബേക്കറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് കോഡി റോഡ്സും ബ്രാൻഡി റോഡ്സും കമ്പനി വിടാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. കുറച്ച് നാളുകൾക്ക് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വൈകാതെ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് അവിടെ പോഡ്കാസ്റ്റിൽ കോനൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കോഡി റോഡ്സ് AEW എന്ന് പറയുന്ന കമ്പനി രൂപീകൃതമാകുന്നതിൻ്റെ നെടുന്തൂണായിരുന്നു. കമ്പനിയെ ഒരു പ്രശസ്തിയിലേക്ക് എത്തിച്ചത് കോഡി റോഡ്സിൻ്റെ പദ്ധതികൾ തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിലും 2022 താരം AEW വിട്ടു എന്നുള്ളത് മാത്രമല്ല WWE കൂടുമാറി. WWE തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വമ്പൻ പുഷ് കിട്ടി. ഇപ്പോൾ കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ ഒരു വേൾഡ് ചാമ്പ്യനായിട്ട് നിൽക്കുകയാണ്. AEW വിട്ട് WWE തിരികെ വരിക എന്നുള്ള ആ ഒരു ഡിസിഷൻ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. AEW വിടാനുള്ള കാരണം ബ്രാൻഡി റോഡ്സിന് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, AEW റെസ്ലേഴ്സ് കൂട്ടത്തോടെ WWE വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റിക്കി സ്റ്റാർക്സ്, ഡാനിയൽ ഗാർഷിയ, ലൂച്ച ബ്രോസ് തുടങ്ങിയ റെസ്ലേഴ്സിൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ റിക്കി സ്റ്റാർക്സ് ആണെങ്കിൽ WWE ഈ പ്രോഗ്രാമുകളിൽ ഇടയ്ക്ക് വരാറുണ്ട്. അതായത് ബാക്ക് സ്റ്റേജിലൊക്കെ കോഡി റോഡ്സിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ മത്സരം കാണാൻ റെസ്ൽമേനിയ 40 അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി WWE വലിയൊരു ഇൻട്രസ്റ്റ് റിക്കി സ്റ്റാർക്സിനെ സൈൻ ചെയ്യാൻ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. കാരണം മികച്ച രീതിയിൽ ഒരു ക്യാരക്ടർ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു റെസ്ലറാണ് റിക്കി സ്റ്റാർക്സ് എന്നുള്ളത് WWE മനസ്സിലാക്കിയത് കൊണ്ടാണ് റിക്കി സ്റ്റാർക്സിൻ്റെ പിറകെ WWE പോയത്. AEW ആണെങ്കിൽ നിലവിൽ റിക്കി സ്റ്റാർക്സിനെ ടെലിവിഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ WWE എന്തുകൊണ്ടും റിക്കി സ്റ്റാർക്സിന് പുതിയൊരു കോൺട്രാക്റ്റ് കൊടുത്ത് WWE ഡെബ്യൂ ചെയ്യിപ്പിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് ഡാനിയൽ ഗാർഷിയയുടെ കാര്യത്തിലും ഉള്ളത്. ഡാനിയൽ ഗാർഷിയയും മികച്ച ഒരു ക്യാരക്ടർ കൊണ്ടുപോകാനും മികച്ച സ്റ്റോറി ലൈൻ പ്രസൻറ്റ് ചെയ്യാനും കഴിവുള്ള യുവതാരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ ആ താരത്തിലും ഒരു ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലൂച്ച ബ്രോസിനെ പലർക്കും പരിചിതമുണ്ട് എന്ന് വിചാരിക്കുന്നു. അത്രയും ഹൈ ഫ്ലൈയിങ് തലത്തിൽ കിടിലൻ മാച്ചുകൾ ഇതിനോടകം തന്നെ ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ചിട്ടുള്ള ലൂച്ച ബ്രോസ് റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ച് അങ്ങനെ പുതുമുഖ ആളുകളല്ല. അതുകൊണ്ട് ഇവരെയും NXT ബ്രാൻഡിലേക്ക് എത്തിച്ച് NXTയിൽ തന്നെ ടാഗ് ടീം ഡിവിഷനെ ഒന്നും കൂടി പ്രചോദിപ്പിക്കാനാണ് WWE പ്ലാൻ ചെയ്യുന്നത്. ലൂച്ച ബ്രോസും AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതും മറ്റ് വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ PW ഇൻസൈഡറിൻ്റെ ഈ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ WWE AEWയിലെ യുവതാരങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസിനെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസിനെ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബിഗ് ബ്രോൺസൺ റീഡ് ബ്രൂട്ടലായി ആക്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയിം ബെൽസറുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സെത്തിനെതിരെ നടത്താനുള്ള കാരണം സെത്തിനെ ടെലിവിഷനിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഡെയിം ബെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെലിവിഷനിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല. സെത്തിൻ്റെ ക്യാരക്ടറിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബ്രോൺസൺ റീഡിനെ സംബന്ധിച്ച് ഈ റോ എപ്പിസോഡിൽ ലഭിച്ച ഈ ഒരു മൊമെൻറ്റ് ഇതുവരെ ബ്രോൺസൺ റീഡിൻ്റെ കരിയറിൽ മെയിൻ റോസ്റ്ററിൽ ലഭിച്ച ഏറ്റവും മികച്ച മൊമെൻറ്റുകളിൽ ഒന്നായിരുന്നു. അത്രയും വലിയൊരു ബ്രൂട്ടാലിറ്റി ആയിട്ടുള്ള ഒരു അറ്റാക്ക് ബ്രോൺസൺ റീഡിന് സെത്ത് റോളിൻസിന് എതിരെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെത്തും ബ്രോൺസൺ റീഡിനും തമ്മിലുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇനി വരുന്ന 1-2 ആഴ്ചകളിൽ സെത്തിനെ നമുക്ക് റോയിൽ കാണാൻ സാധിക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു റൂമറിനെ സംബന്ധിച്ചാണ്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കെവിൻ ഓവൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് ഈ ഒരു പ്ലാൻ നടക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു സത്യസന്ധമായിട്ടുള്ളൊരു
അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒരു റൂമർ പോലെ എടുത്താൽ മതി. നടക്കാനും നടക്കാതിരിക്കാനും സാധ്യത കൂടുതലാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നടക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരു റൂമർ കേട്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ബാഷിൻ ബെർലിനിൽ കോഡി റോഡ്സിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. കോഡി റോഡ്സിന് മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോഡി റോഡ്സ് വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള ഒരു മത്സരം ഒരു ഫ്രണ്ട്ലി ലെവലിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ കോഡി റോഡ്സിന് ഒരു ബാക്കപ്പ് പോലെയാണ് കെവിൻ ഓവൻസ് എപ്പോഴും വന്നിട്ടുള്ളത്. അപ്പോൾ കെവിൻ ഓവൻസിന് ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന പോലെ ഒരു സെഗ്മെൻറ്റ് വെച്ച് അവരുടെ ആ ഒരു സ്റ്റോറി ബാഷിൻ ബെർലിനിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കും. കോഡിക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. കോഡി, കെവിൻ ഓവൻസ് തുടങ്ങിയവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒന്നും കൂടി ഒരു ബോണ്ട് കൊടുക്കാനും അവർക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റൂമർ വരുന്നുണ്ട്. നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.